അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സംഘടനാപരമായി ഇപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉത്ഭവിക്കാൻ കാരണം ഞാൻ മുൻപേ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കൊടകര റഷീദാണ് 3 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ 24-ാം തീയതിയിലെ കോർ കമ്മിറ്റി DCC പ്രസിഡന്റ് ആ കോർ കമ്മിറ്റിയിലേക്ക് എന്നെ പ്രത്യേകം വിളിച്ചു വരുത്തി. ജില്ലാ കോർ കമ്മിറ്റിയിൽ ഞാനില്ലാത്ത അന്ന് MP വിൻസെന്റ്, അബ്ദുറഹിമാൻ കുട്ടി, KB ശശികുമാർ തുടങ്ങിയ KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥി, നിങ്ങൾ 3 പേര്, അതായത് ഞാൻ നിർദ്ദേശിച്ച 3 പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ. പക്ഷെ കൈ അവർക്കാണ്. അതിൽ വിചിത്രവാദം ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു. പക്ഷെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. ഞാൻ പിൻവലിക്കാൻ കഴിയും എന്നുള്ളതിന്റെ വ്യക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഞാനത് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ ഇത് ബോധ്യപ്പെടുത്തി. അദ്ദേഹം DCC പ്രസിഡന്റിന് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശവും കൊടുത്തു. പക്ഷെ ആ തീരുമാനം എടുത്തില്ല എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ല, DCC ആഫീസിലേക്ക് അദ്ദേഹം കയറിയില്ല. അദ്ദേഹം താഴെ ഇരുന്ന് DCC പ്രസിഡന്റ് അന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്, താഴെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കുറച്ച് ആളുകളെ അയക്കുന്നുണ്ട്, അവർക്ക് ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിരിക്കാം. എന്നോട് റഷീദ് തന്നെ പറഞ്ഞത്, ഞാനിപ്പോ അങ്ങനെ ആവശ്യപ്പെട്ടു, തന്നു. എന്നോട് ഈ വിമത വിഭാഗം എന്റെ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. റഷീദിന്റെ വീട്ടിൽ നിന്ന് ഇവർ യാത്രയാകുന്നതും അടക്കമുള്ള ഫോട്ടോഗ്രാഫ്സ് എന്റെ കയ്യിലുണ്ട്. അല്ല, മറ്റേ ഫ്ലാറ്റ് ഇതിനകത്തൊരു കാര്യമുള്ളത്, KPCC പൂർണ്ണമായിട്ടൊരു നിങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് മാത്രം രാജിവെച്ചതുകൊണ്ട് KPCC പറഞ്ഞ ഫോർമലിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. KPCC ഞങ്ങളുടെ ആവശ്യം നിരാകരിച്ചു എന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിരാകരിച്ചു എന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾ നിലപാട് സ്വീകരിക്കണം. KPCCയുടെ മുൻപിൽ ഞങ്ങൾ ഈ റഷീദ് ഈ വിഷയം, അതായത് 3 ചിഹ്നം കൊടുത്ത വിഷയമടക്കം ഒട്ടേറെ പരാതികൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി. ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ നടത്തിയില്ല, ഒരു പൊതുയോഗം നടത്തിയില്ല, കൊട്ടിക്കലാശത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല. ഇത്രയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ 10 സീറ്റ് നേടിയതെന്ന് ഓർക്കണം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ കഴിഞ്ഞ തവണ രേഖ കാണിച്ചല്ലോ, ഞങ്ങൾ UDF സ്ഥാനാർത്ഥികൾ 24 സ്ഥാനാർത്ഥികളുടെയും നോട്ടീസ് അടിച്ചിറക്കിയ അതിൽപ്പെട്ട ആളാണ് ഔസേപ്പ്. ഇത് ഞാൻ അടിച്ചതിന് ശേഷം പണം വാങ്ങി ഞങ്ങളെ ചതിച്ചു പോയത്. കൃത്യമായും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഞാനാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് എല്ലാ നേതൃത്വം കൊടുത്തത് ഞാനാണ്. അപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം, മറ്റത്തൂരിലെ തന്നെ ഒരു വിഭാഗം ആരോപിക്കുന്നത് ചന്ദ്രേട്ടൻ അടക്കമുള്ള ആളുകൾ BJPയുമായി ചർച്ച നടത്തി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന ചില രാഷ്ട്രീയ നാടകങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിപ്പോ അല്ല എന്ന് BJPക്കാരും പറയുന്നുണ്ട്. പിന്നെ അത് തെളിയിക്കാൻ വേറെ മാർഗം. കൃത്യമായി BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ തമ്മിലൊരു ഡീലില്ലാന്ന്. ഞങ്ങൾ പറയുന്നു ഡീലില്ലെന്ന്. ഇപ്പൊ ഡീലില്ല എന്ന് ഉറപ്പിക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഡീല് എങ്ങനെയാണ് സാധ്യമാവുക? ഒരു ഡീൽ എങ്ങനെ സാധ്യമാവുക? ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം CPMന്റെ ഈ തെറ്റായ സമയം അത് മൂടി വെക്കാനാണ് BJPയും ഞങ്ങൾ തമ്മിൽ ഡീലുണ്ടാക്കിയെന്ന് അവർ പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരി വിഷയം പുറത്തു വന്നു, 50 ലക്ഷം. ഞങ്ങളിത് ഗൾഫിൽ നിന്ന് ഔസേപ്പിന് പണം കൊടുക്കാൻ പണം പിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് സത്യത്തിൽ 23-ാം തീയതി അദ്ദേഹത്തിന്റെ നിലപാട് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നത്. അതാണ് അദ്ദേഹം ഞങ്ങൾ BJPയുമായി ചേരാൻ ഞങ്ങൾ തീരുമാനിച്ചതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ്